ദേവിയടിയാരഖില താരമതാ വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരെ ശോഭിപ്പി വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചിന്തയുമടിയാ നീ നൊഴിക്കാം സൽക്രിയകൾക്കുമന ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക് ഭാവിയിലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കുക മോചനമതിരാൻ പാപികളെ വരുവിൻ യാചിപ്പിൻ മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ യാചിക്കുന്നോർ പ്രാപിക്കും അന്വേഷിപ്പോൻ കൈക്കൊള്ളും കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീയും നിൽക്കണമവർ പരഭാഗത്തിൽ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ വാത്യന്മാർഗം വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ നീവയുള്ള മഹിമാവിയേലും ദൈവജനത്രീ കന്യകയാം മറിയാമേലും വേദമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാമസിഹ നിജമൃതിയാലിവർത്തൻ മൃതിയെ മേദിച്ചു നിയനിച്ചോരെ അപ്പരിവാവന തൃത്വ
സുപിതാവോടൊപ്പം ജീവനെഴും കുദിശ സഹിതം വന്ദിതനെ പരികീർത്തിതന് കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ത്രീഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേലോ കൈക്കൊള്ളും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും പറിക്കുമോ. ശ്രീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ.
അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സാധുക്കരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ച് കൂടി. മഹോപുരോഹിതനായ ഹന്നാവും കയ്യാഫും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവരവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം അവൻ എന്തിനാൽ സൗഖ്യമായെന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെ അറിഞ്ഞ് കൊള്ളുവീൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരു തന്നിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പാർക്കുമോ പരിശുദ്ധനായ പൗലോസ്ലീഹ റോമകർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പാറയ്ക്കുമോ. നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. റോമർ 7-14 മുതൽ 25 വരെയുള്ള വാക്യം. ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിനു ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്നു ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നു ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ എത്രയോ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നതു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നതോ ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിനെ എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ടന മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ആഹാ, ഈ പാറയ്ക്കുമോ.
കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാമുമ്പിൽ നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും അനുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാമെല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാരകാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യേശു തമ്പുരാൻ അവിടെ നിന്ന് പുറപ്പെട്ട് സോറിന്റെയും സീദോന്റെയും അതിർത്തികളിൽ ചെന്നു. ഇതാ പ്രദേശത്ത് ഒരു കനാന്യ സ്ത്രീ പുറപ്പെട്ടുവെന്നും ദാവീദ് പുത്രനായ കർത്താവേ എന്നിൽ മനസ്സലിയണമേ, എൻ്റെ മകൾ പിശാചിനാൽ കഠിനമായി ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവൾ നിലവിളിച്ചു പറഞ്ഞു. യേശു അവളോട് മറുപടി പറഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ അടുത്ത് എന്ന് അവനോട് അപേക്ഷിക്കുകയും നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നവളെ പിരിച്ചുവിടണമേ എന്ന് പറയുകയും ചെയ്തു. യേശു അവരോട്, ഇസ്രായേൽ കുലത്തിന്റെ നഷ്ടപ്പെട്ടുപോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. അവളോ അടുത്തു വന്ന് വന്ദിച്ചിട്ട്, എൻ്റെ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവളോട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് യുക്തമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം തന്നെ കർത്താവേ, എന്നാൽ നായ്ക്കളും അവരുടെ യജമാനന്മാരുടെ മേശകളിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ട് തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതു തന്നെ, നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിനക്ക് ഭവിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾ സൗഖ്യപ്പെടുകയും ചെയ്തു. യേശു അവിടം വിട്ട് ഗലീല കടൽ തീരത്ത് എന്ന് മലയിൽ കയറിയിരുന്നു. അപ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ ചെന്നു. അവരോടുകൂടി അനേകം മുടന്തരും കുരുടരും മൂകരും അംഗഹീനരും മറ്റുമുണ്ടായിരുന്നു. അവർ അവനെ യേശു തമ്പുരാന്റെ തൃപ്പാദത്തിൽ വയ്ക്കുകയും അവൻ അവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു. മൂകർ സംസാരിക്കുകയും അംഗഹീനർ സുഖപ്പെടുകയും മുടന്തർ നടക്കുകയും കുരുടർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്നത് കണ്ട് പുരുഷാരം അത്ഭുതപ്പെട്ടു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിച്ച് പാടിപ്പുഴ്ത്തി, നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ജനമധ്യേ നിന്നു കനാന്യ സ്ത്രീ കേളുച്ചത്തിൽ, മശിഹാ കൃപ തോന്നണമെന്നിൽ, കൃപയാൽ പ്രേരിതനായി നിജ സൃഷ്ടികളെ രോഗക്ലേശങ്ങൾ നീക്കി കാപ്പാൻ നീ ലോകം പോകി, ഘോരദുരാത്മാവിൽ നിന്നും രക്ഷിക്കൻ മകളെ, സൃഷ്ടിയെ സന്ദർശിച്ചോനെ നാദാസ്തുതിയേവം ഹാലേലൂയ.
എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോടും അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യരായി തീരണമേ. സ്ലീബാമരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയാൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും തൻ്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്ത സ്വീകാര്യ കുർബാനയായ കർത്താവേ, നിനക്കും നിന്റെ വിശുദ്ധ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹുണ്യമോ സ്വതഹായ അനുഗ്രഹിക്കുന്നനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. അസ്യോനോഹോകിൽ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളെയും മായ്ച്ച് ഉത്തമനെ ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപമൊടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം എടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ
വവുകൂല സുബാൻ ലൗന്മീ. ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മനൽവരം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരതക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയ ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഞങ്ങളെ അണിയിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപമടികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിങ്കൽ നിന്റെ വലത്തുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാം വാങ്ങിപ്പോരെയും നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗന്മീ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷയ്ക്കുള്ളിയും അവിടുത്തെ പ്രാർത്ഥനകളാ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ ഈ നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രേഹും മൻവോ ഓലം ഉൽമീ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകലങ്ങൾക്ക് മുമ്പേ പിതാവ് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും
മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ കുർബാന കർത്താവ് കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്നും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏറുവായും കാതോലികവും ശ്ലൈകവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാ ഈദു നമസ്കാരത്തിൻ സമയം ഈദു തന്നെ കരുണാസമയം ഉന്നതപദവിയിലേറിയതാ ഇന്നിപ്പോൾ ഈ ആചാര്യൻ അനുഭവിച്ചിരുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേ, കരുണയുടെയും ആലിവിന്റെയും സമയം ദാ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദാ ദൂരസ്ഥ സവിധസ്ഥരുമാ തമ്മിൽ നിരക്കും സമയം ദാ അതിനാൽ സോദരരേ വരുവീൻ ഒരു പോൽ കരുണയിരന്നീടാ നാദാ കൃപ ചെയ്തിടണമേ.
കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഞങ്ങളിപ്പോഴും എപ്പോഴും നേകും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരിക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോട് ഉദ്ധാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ച ദൈവം ശ്ലോമോ പ്രിയരെ നിങ്ങളിലെ ശ്ലോമോ വാഴത്തെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. ശ്ലോമോ വാഴത്തെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ ഈ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളവരേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്നെയും നിന്റെ ഏകജാതന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകൂല സുബാൻ ലൗൻമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമീ. ബാരിക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിഷ്ടിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടി നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാരണ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഇടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്
മഷിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ന്യായവുമാകുന്നു. കർത്താവേ, തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടവിടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പോഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കതുക്കുയിനാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ പരിശുദ്ധങ്ങളായ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ പരിശുദ്ധ ശരീരം എന്നതിനെ താൻ നാമോർണം ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. അതനുഭവിക്കുന്നവർക്ക് നിത്യജീവനുണ്ടേയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ താൻ പൂർത്തിയാക്കി. ലോഹോനു ഞാൻ വരുന്നതുവരെ എൻ്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് ഇവ വിശുദ്ധ സ്ലീഹന്മാരെ താൻ ഫലമേൽപ്പിച്ചു. ദാമോ ദോസേനോ
നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭയോർക്കുന്നു. ഓരോരുവരും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായി നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുന്നു. ലാഖോ കദമറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരോടും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. അനിൻമോറിയോ 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 ഉസ്വസ്രഹാമല കുറിയലായിസോ കുറിയലായിസോ കുറിയലായിസോ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. മറക്കുമോറെന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികേസന്മാരായ ആബൂന്മാർ ഇഗ്നാത്തിയോസിന് വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂന്മാർ തീമോത്തിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യമവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാൻ ബാറയ്ക്കുമോർ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം വിലയേതരമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള
വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ബാർക്കുമോർ. നാല് ഭാഗുന്ന ദൈവത്തിൻ്റെ സഭകളെയും ധാരാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഏൽപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളും ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുമാനമായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവെ, അദൃശ്യനായ ശത്രുവിനെ അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ബാരക്കുമോർ. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹതയന്മാരെയും മൗദ്യാന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മാർ യൂഹാനോൻ മാബ്ദാനായും ഷെമാശന്മാരിൽ പ്രധാനിയും സഹതയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ബറയ്ക്കുമോർ. ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടുകൂടി മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യയിലും കുസ്തന്തീനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്നാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തീമോസും മിയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും
സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ഷമോൻ ദസ്തനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രീഗോറിയോസും മാർ ദിവന്നാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൂടുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടിയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ ആക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ പാർക്കുമോർ അരൂപികളുടെ സകല ജനങ്ങളുടെ എവിടെയോ ആയിരിക്കുന്ന പിതാവാൻ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മന്ദിരത്തിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവന്നവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായി തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്നാട്ടസിച്ച് പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, കരുണയോട് ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ചും അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും അപരാധങ്ങളെ നീ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്ത്യാന്തത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും വിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മൗത്തപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ വബുക്കൂല സുബാൻ തന്റെ തിരുനാമം വരുന്നവാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോട് സ്ഥിതിയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും
എന്നേക്കുണ്ടായിരിക്കട്ടെ. ഭൂതത്താലെൻ മകളേറ്റം കണ്ടാലും ക്ലേശിക്കുന്നു. സ്ത്രീ കർത്തൻ വക്കൽ ചൊന്നേവം ആവിശ്വാസം വിജയിച്ചു തൽസുദസൗഖ്യം പ്രാപിച്ചു. മൃത്യുവിടും മർത്യന്മാർക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങളിൽ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തു കൊള്ളണമേ. പ്രത്യേക ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസിലും അവൾ വളരുവാനും നിന്റെ കൃപ അവൾക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹവാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിപാലന കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. നിന്റെ കരുണയാൽ അവരുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകർക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പരിശുദ്ധനായ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃ പ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോടും കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട് ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോട് നിൽക്കുന്ന നിന്റെ ജനത്തെയും നിന്റെ ഇടവകയിലെ ആടുകളെയും വലത് കൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. യഹോവേ, തൈബുസോറഹമേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റുഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റുഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
നീതിമാന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാർ എന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേടും. മുറിയോരാകെ മേലൈലോവാധാരേ. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യായോ ഹാലേലൂയ്യ. നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ്യായോ ഹാലേലൂയ്യ. നിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാലിക്കുമോ. ബോലബറുവല്ലറോഹോ കാദീശോ ജനമൂലം വാദാമുൽമൂലം ഉൽമീനാമി. ഭാജരമേ നിലുദിച്ചോരേകസുതൻ ഞങ്ങളിൽ അലിവാദം വക്കലപേക്ഷയാണ് കേണം. സ്തൗമൻ കാലോ സ്തുരിയേലായി മകൾ കായി സ്ലോമോ ദൂതവരൻ നിന്നോട് കൂടെ നാദൻ നിൽത്താൻ ഉദയമതും വായിക്കുമോ. ബോലബറുവല്ലറോഹോ കാദീശോ അഖില ജഗത്പതിയേ നായകനായി ഘോഷിച്ച അതിബഹുമാനിച്ചു മറിയാം. വലുതാ പടവായി താൻ ഒറിയോറായി മേലൈരോകാരേ. പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളത്തനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ദയവാൻ മനപോലെ തളർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൾ ലബനോൻ കാരകിൽ പോലും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാലിക്കുമോ. ബോലബ്രോൽറൂഹോ കാദീശോ മനോലം വാദമുൽമൂലം ഉൽമീനാമി. ഒരുപോലിങ്ങും മാർത്തോമാസ്ലീഹ മേലും നിന്നോർമ്മ ഉദകണമേ. നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയുമാനിച്ചോർക്കായി സ്തോമൻ കാലുസ്കുറിയേലായി സോ. ലോകർക്കുപകാരം ചൊരിയുന്ന നീതിയാകും വാണിജ്യവീര ശീകൃതനേ ശ്ലോമോ. രോഗങ്ങളെയാറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ. നിൻ പ്രാർത്ഥനയാ കൃപ നേടട്ടങ്ങൾ വായിക്കുമോ. ബോലബ്രോൽറൂഹോ കാദീശോ സത്യോദ്യോഗസ്ഥ നീതി തികച്ചിക വാഗ്ദത്തം ചെയ്തൊരു നിത്യ ജീവിതമാർജിപ്പാൻ നിർനിദ്രം നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റ മർത്തോമാതൻ സ്മൃതിയിൽ സ്തുതി മശിയോറാകെ മേലൈനുകാരേ.
ഗ്രിഗോറിയോസ് മാർ ദിവന്നാസ്യോസ് സൽഗുണനിധി സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ സമവും ശാന്തിയുമാവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എല്ലാവർക്കും അവിടെ ഇരിക്കാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ലിബിൻ ഷമ്മാശൻ തിരുവചനത്തിൽ നമ്മോട് സംസാരിക്കും. ത്രിയേക ദൈവത്തിൻ്റെ അതീവ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദിനായ വൈദിക ശ്രേഷ്ഠൻ, സഹോദര ശുശ്രൂഷകരെ, മാതാപിതാക്കന്മാരും സഹോദരി സഹോദരങ്ങളും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളുമായി സ്വർഗീയമാകുന്ന ആരാധനയിൽ ഭയത്തോടും ഭക്തിയോടും സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, പരിശുദ്ധമായ വലിയ നോമ്പിൻ്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്കാണ് നാം ദൈവത്തിൻ്റെ ഭവനത്തിൽ കൂടി വന്നിരിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം ശുദ്ധമുള്ള മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. കനാനെ സ്ത്രീയുടെ മകളുടെ സൗഖ്യത്തിനായി യേശു തമ്പുരാൻ്റെ അടുക്കിലേക്ക് ആ സ്ത്രീ കടന്നു വരുന്നതാണ് ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം. മത്താ ശ്ലീഹായിക്ക് പുറമേ വിശുദ്ധനായ മർക്കോസ് ഏവൻഗേലിസ്തായും ഈ വേദഭാഗം അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നാൽ തികച്ചും വിശുദ്ധനായ മത്തായി ശ്ലീഹായും മർക്കോസ് ഏവൻഗേലിസ്തായും 2 തരത്തിലാണ് ഈ വേദഭാഗത്തെ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധനായ മത്തായി ശ്ലീഹ യഹൂദന്മാർക്ക് വേണ്ടി തൻ്റെ സുവിശേഷം രചിച്ചുവെങ്കിൽ ഇവിടെ കനാനീയ സ്ത്രീ ഇപ്രകാരം മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശുതമ്പുരാനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുകയും യേശുതമ്പുരാൻ മറുപടിയായി ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് എന്നെ അയച്ചതെന്ന് മത്തായി ശ്ലീഹ അടയാളപ്പെടുത്തുമ്പോൾ വിശുദ്ധനായ മർക്കോസ് ഏവൻഗേലിസ്ത ഈ 2 കാര്യങ്ങളും അടയാളപ്പെടുത്തുന്നില്ല. എന്നിരുന്നാലും വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം നാം വായിച്ചു കേട്ട 15-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: യേശു അവളോട്, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്. യേശുതമ്പുരാൻ കന്യാനിയ സ്ത്രീക്ക് കൊടുത്ത ഏറ്റവും വിലയേറിയ വാക്കുകളാണ്. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലിയത്. എങ്ങനെയാണ് കനാനിയ സ്ത്രീയുടെ വിശ്വാസം വലിയത്? എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം വലിയതാകുന്നത്? ഒന്നാമതായി അനർഹമായതിനെക്കുറിച്ചുള്ള ആത്മബോധമാണ്. അനർഹമായതിനെക്കുറിച്ചുള്ള ആത്മബോധമാണ്. കനാനിയ സ്ത്രീ ഒരു പുറജാതിക്കാരി സ്ത്രീയാണ്. അവൾക്ക് യേശു തമ്പുരാൻ്റെ അടുക്കലോ യഹൂദന്മാരുടെ അടുക്കലോ വരുവാനുള്ള അംഗീകാരമോ ഒന്നുമില്ലായിരുന്നിട്ടും, തനിക്ക് അർഹതയില്ല എന്നറിഞ്ഞിട്ടും തൻ്റെ മകളുടെ സൗഖ്യത്തിനായി യേശു തമ്പുരാൻ്റെ അടുക്കലേക്ക് അവൾ കടന്നു വരികയാണ്. അനർഹമായതിനെ നേടിയെടുക്കുവാനുള്ള അവളുടെ ആഗ്രഹത്തെ ഇവിടെ എടുത്തു കാണിക്കുന്നു. യേശു തമ്പുരാൻ നിൻ്റെ വിശ്വാസം വലിയത് എന്ന് പറയുവാനും കാരണമായത് ഇതാണ്: അനർഹമായതിനേക്കാൾ അർഹിക്കുന്ന അവളുടെ മനസ്സ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും നാം അനുഭവിക്കുന്നത് നമുക്ക് അനർഹമായതിനേക്കാൾ അധികമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ തമ്പുരാനെ ഓർക്കുവാനും തമ്പുരാനിലേക്ക് തിരിയുവാനും എത്രയോ പേർ കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ച എത്രയോ പേർ ഈ ഞായറാഴ്ചയ്ക്കുള്ളിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇപ്രകാരമെങ്കിലും ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നിരിക്കുവാൻ നമുക്ക് സാധിച്ചത് നമ്മുടെ അർഹതയല്ല, മറിച്ച് അനർഹമായതിനേക്കാൾ നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. എത്രയോ പേർ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ സ്വപ്നങ്ങളെ ദൈവം തമ്പുരാൻ നമുക്ക് സാധിച്ചു തരുമ്പോൾ, എത്രയോ പേർ രോഗത്താലും പ്രയാസത്താലും ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും
ബുദ്ധിമുട്ടുകളിൽ നിന്നും ദൈവം തമ്പുരാൻ നമ്മെ മാറ്റി നിർത്തിയെങ്കിൽ അത് നമ്മുടെ അർഹതയല്ല, അനർഹമായതിനേക്കാൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. രണ്ടാമതായി, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് എന്ന് യേശു തമ്പുരാൻ അവളോട് പറയാൻ കാരണം ദൈവം മറുപടി നൽകുമെന്നുള്ള അവളുടെ വിശ്വാസമാണ്. വിശുദ്ധ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, യേശു തമ്പുരാൻ ആദ്യ സമയങ്ങളിലൊന്നും അവളെ ശ്രദ്ധിക്കുന്നില്ല. തൻ്റെ ശിഷ്യന്മാരും പറയുന്നുണ്ട് അവളെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോഴും യേശു തമ്പുരാൻ അവളെ ശ്രദ്ധിക്കുന്നില്ല. എന്നാലും അവൻ മറുപടി നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വീണ്ടും വീണ്ടും ഈ കനാനിയക്കാരി സ്ത്രീ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരികയാണ്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം ദൈവം മറുപടി നൽകുമെന്നുള്ള വിശ്വാസം അത് ഇന്നോ നാളെയോ എന്നല്ല. രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, പ്രളയം വരുമ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ തമ്പുരാൻ എന്നോട് ഉത്തരമരുളുമെന്നുള്ള കനാനിയ സ്ത്രീക്ക് അവളുടെ മകൾക്ക് സൗഖ്യം നൽകിയവനായ ദൈവം, തളർവാദ രോഗിക്ക് സൗഖ്യം നൽകിയവനായ ദൈവം, കുരുടന് കാഴ്ച കൊടുത്തവനായ ദൈവം, അവൻ തക്ക സമയത്ത് എനിക്ക് മറുപടി നൽകുമെന്നുള്ള ബോധ്യം. രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയൊക്കെ നടുവിൽ നാം പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് ഇല്ലാതെയായി പോകുന്ന സമയങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തേണ്ടത് ഇതാണ്: ദൈവം മറുപടി നൽകുമെന്നുള്ള വിശ്വാസം. യോബിന് മറുപടി നൽകിയവനായ ദൈവം നമുക്കും മറുപടി നൽകും. അത് അവൻ ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, തമ്പുരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവൻ നമുക്ക് മറുപടി നൽകുമെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി, അവളുടെ വിശ്വാസം വലിയതെന്ന് പറയുവാൻ സാധ്യമായത് അവളുടെ സ്ഥിര ഉത്സാഹമാണ്. അവളുടെ സ്ഥിരം ഉത്സാഹമാണ്. അവളുടെ മകൾക്ക് വേണ്ടിയാണ് അവൾ യേശു തമ്പുരാൻ്റെ പുറകിൽ ഇങ്ങനെ ഓടുന്നത്. സമൂഹം അവളെ മാറ്റി നിർത്തിയേക്കാം. സമൂഹത്തിൽ പുറജാതി സ്ത്രീ ആയിരുന്നിട്ടും തൻ്റെ മകൾക്കു വേണ്ടി യേശു തമ്പുരാൻ്റെ പുറകിൽ സ്ഥിര ഉത്സാഹിയായി അവൾ ഓടുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളും നമ്മുടെ മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഓടുന്നതും അധ്വാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇന്നത്തെ വേദഭാഗവും നമ്മളോട് അപ്രകാരം തന്നെ സംസാരിക്കുന്നു. കനാനിയ സ്ത്രീ തൻ്റെ മകൾക്കു വേണ്ടി തൻ്റെ ആരോഗ്യം മറന്ന്, തനിക്ക് സമൂഹത്തിലുണ്ടാകുവാനുള്ള പ്രയാസങ്ങളെയെല്ലാം മറന്ന് യേശു തമ്പുരാന് പിറകെ ഓടിയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രയാസങ്ങൾ അറിയിക്കാതെ, ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ അവരെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യേശു തമ്പുരാൻ്റെ മേൽ അവർക്ക് വേണ്ടി അപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. പരീക്ഷാ കാലഘട്ടങ്ങളൊക്കെ അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സ്ഥിര ഉത്സാഹിയായി നാം നിൽക്കുക എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലുമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളാണ്, നമ്മുടെ ഉത്സാഹമാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പാകെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ശ്രേഷ്ഠരായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ അവർ പ്രാർത്ഥിക്കുന്നതിനെ കൂടുതലായി അവരെ നൊന്ത് പ്രസവിച്ച, അവരെ വളർത്തിയ മാതാവും പിതാവും പ്രാർത്ഥിക്കുന്നതാണ് ശ്രേഷ്ഠത. അതുകൊണ്ടാണ് തൻ്റെ മകളെ വീട്ടിൽ കിടത്തിക്കൊണ്ട് കനാനിയ സ്ത്രീ യേശു തമ്പുരാൻ്റെ പുറകിൽ ഓടുകയാണ്. അതുകൊണ്ടാണ് വായിച്ചു കേട്ടത്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്, അപ്പോൾ അവളുടെ മകൾ സുഖപ്പെട്ടു എന്നാണ് പറയുന്നത്. തൻ്റെ മകളെ വീട്ടിൽ കിടത്തിക്കൊണ്ട് തൻ്റെ മകളുടെ സൗഖ്യത്തിനായി ആ സ്ത്രീ ഓടിയെങ്കിൽ നമ്മുടെ മക്കൾ സൗഖ്യം പ്രാപിക്കുവാൻ, ആത്മീകമായ സൗഖ്യം പ്രാപിക്കുവാൻ യേശു തമ്പുരാനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് ദൈവം തമ്പുരാൻ ആയുസ്സ് തരുന്ന നാളൊക്കെയും ആരോഗ്യം തരുന്ന നാളൊക്കെയും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്ഥിര ഉത്സാഹികളായി ഓടുവാനുമുള്ള ഒരു ആഹ്വാനം ഇന്നത്തെ വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ വിശ്വാസം വലിയതാകുന്നതും അപ്രകാരമാണ്. അനർഹമായതിനെക്കുറിച്ച് ഉള്ള ഒരു ആത്മബോധം അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഒരു പുരോഹിതനെ പ്രതിപാദിക്കുന്ന ഞാനായാലും എത്രയോ എന്നേക്കാൾ ശ്രേഷ്ഠരായവർ വെളിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അംശവസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നുവെങ്കിൽ അനർഹമായതിനേക്കാൾ എനിക്ക് ദൈവം നൽകിയെന്നുള്ള ആത്മബോധം നമുക്ക് വേണം. എത്രയോ പേർ ഈ ലോകത്ത് മക്കളില്ലാതെ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം മക്കളെ തന്നുവെങ്കിൽ അനർഹമായതിനേക്കാൾ നമുക്ക് നൽകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കണം.
അധ്യാപകരായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തുവെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങൾക്ക് പ്രകാശത്തെ പരത്തുവാനുള്ള, എത്രയോ തലമുറകളെ ക്രിസ്തുവിൽ വളർത്തുവാനുള്ള, എത്രയോ മക്കളെ അറിവിൽ വളർത്തുവാനുള്ള യോഗ്യതയും അർഹതയും നമ്മളെക്കാൾ പഠിപ്പിക്കുവാനും നമ്മളെക്കാൾ അറിവുള്ളവർ വെളിയിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തുവെങ്കിൽ അപ്രകാരം അനർഹമായതിനേക്കാൾ അർഹമായതിനെ നേടിയെടുക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് കനാനിയ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി ഓടിയെങ്കിൽ ഈ വലിയ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ കാലഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവൾക്ക് വേണ്ടി സ്ഥിര ഉത്സാഹത്തോടെ ഓടുവാൻ നമുക്ക് സാധിക്കണം. വലിയ മാർക്ക് മേടിക്കുന്നതിനേക്കാൾ, വലിയ മാർക്ക് മേടിക്കുവാൻ അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം നിങ്ങൾ ചെയ്താൽ, മാർക്കുകൾ കൂടുതൽ മേടിക്കണമെന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതിയാകും. ബാക്കി വലിയവനായ ദൈവം തമ്പുരാൻ അവിടെ അറിവും ജ്ഞാനവും അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. അപ്രകാരം ജീവിക്കുവാൻ നമുക്കേവർക്കും സാധ്യമാകട്ടെ. വന്യനായ അച്ഛൻ്റെ അനുവാദത്തോടെ ഒരു കാര്യങ്ങളുടെ കൂടെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുന്നു. വൈദിക സെമിനാരിയുടെ സൺഡേ മിഷൻ്റെ ഭാഗമായി ഈ ദേവാലയത്തിലേക്ക് നവംബർ മാസം മുതൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം കൃപ ചൊരിഞ്ഞു. പരീക്ഷാ കാലഘട്ടമെന്ന് പറഞ്ഞപ്പോൾ സെമിനാരിയിലും അടുത്ത നാളുകൾ പരീക്ഷാ കാലഘട്ടമാണ്. അതുകൊണ്ട് സൺഡേ മിഷൻ ഈ ഞായറാഴ്ച കൊണ്ട് അവസാനിക്കുകയാണ്. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ യഥോവിധം സ്വീകരിച്ച ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട പ്രിൻസച്ചനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, ബോർഡ് അംഗങ്ങൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, കുഞ്ഞുങ്ങൾ, മദ്ബഹായിലെ ശുശ്രൂഷകർ, പൊന്നച്ചാൻ ഉൾപ്പെടെയുള്ള എല്ലാ ശുശ്രൂഷകരും, ഇടവകയിൽ ബലഹീനവും കുറവുമുള്ള എൻ്റെ വാക്കുകളെ ശ്രദ്ധയോടെ വീക്ഷിച്ച മാതാപിതാക്കന്മാർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. ഒരു പുരോഹിതൻ ഇന്ന് സമൂഹത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് പൗരോഹിത്യ ജീവിതത്തിനായി ഞങ്ങളേവരും ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശ്രേഷ്ഠരായ പുരോഹിതരായി തീരുവാൻ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പുരോഹിതരായി തീരുവാൻ, അത് ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ സഭയ്ക്ക് പാടുന്ന വൈദികർ അനേകമുണ്ട്, പ്രസംഗിക്കുന്ന വൈദികർ അനേകരുമുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ബലിപീഠത്തിന്മേൽ കരയുന്ന ജീവിതമുള്ള നല്ല പുരോഹിതന്മാരുണ്ടാകുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിൽ ബലഹീനനായ എന്നെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും കരുതലിനും, പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ എല്ലാ സെക്രട്ടറിമാർക്കും, പ്രാർത്ഥനാ യോഗത്തിൽ സ്വീകരിച്ച എല്ലാവർക്കും, എല്ലാ ഭവനങ്ങൾക്കും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ബലഹീനനായ എന്നെ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചാർത്തും നേരിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലൂയ ഹാലേ ലൂയ. നിന്നഭിഷക്ത മുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസന്ദാവീരിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയ ഹാലേ ലൂയ. നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയും പാലിക്കുമോ. ശുഭോല ബോല ബറോൽ റൂഹോ കാദീശോ മൂലം വാദമുൽമൂലം മുൽമീനാമി. ശുചിയോടു ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ, ദ്വാരങ്ങൾ വാനവരുത്തു വസിക്കേണം. സൗമൻ കാലം സുറിയേലായി മദ്ബഹായിൽ കാത്രു സ്നേഹാ
ശുശ്രൂഷിച്ചോരാ വൈദികരെ പിഞ്ചൊല്ലുവാൻ നീറന്മാർ ദേവാകാരെ ഭാഗ്യമോ ബഹുല ബോല ബറോൽ റോഹോ കാദീശോ ദൈവസുതാനിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമാളിൽ ഓർത്തുമുഖപ്രഭയെ കേണമേ മുറിയോറാകിൻ മേലെ ദുആദാരേ ആചാരീശ മഷികാകൂദാശകളർപ്പിച്ചോ ആചാര്യന്മാർ കേകുക പുണ്യം നാദാസ്തോത്രം മക്കളപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ഉള്ളിനു തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ വായിക്കുമോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരെ നിൻ ജീവസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സ്തോമൻകാലുസ്കുറിയേലായി സോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് ചടിയണം നിന്നെ നോക്കും നവരിൽ കാന്തി മാർക്കുമോ മൃതരെ ജീവിപ്പിപ്പ നെഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷിതനായിരുന്നു ദൈവാൻമാർ തൻ മുൻകുമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽവാനായി പോയിടുന്നു മുറിയോറാകെ മേലൈനു ആധാരേ മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം കൃത്യത്തെ കൊണ്ടാടി മരി ചോരും കൊണ്ടിടേണം രക്ഷകനോര ചെയ്ത കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ നമ്മുടെ ദൈവമായ മിശിയാതമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാവുന്ന പാപപരിഹാരപ്രദമായ തേക്കട്ട രണ്ട് ലോകങ്ങളിലും നിത്യമായി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ
ഇടയാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാവുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നെ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വിശ്വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധമായ എൻ്റെ തിരുവാതിരൽ ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ നിൻ്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിൻ്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരാതെ എൻ്റെ കർത്താവും എന്നേക്കും എൻ്റെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുദ്ധാനത്തിനും നിന്റെ ഭയങ്കരമായ സിംഹാസനം മുമ്പാകെയുള്ള പ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. പറയണം. പിതാവും പുത്രനും പരിശുദ്ധനുമായ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ മേൽ നിന്റെ അദൃശ്യമായ വലത്ത് നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിന്റെ കൃപകളും കരുണകളും ഈ വിശുദ്ധതകൾ വായിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിക്കുന്നവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ.
ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമോടി സഹദേന്മാർക്കും മൃതരിൽ കരുണയും ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരം ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിരിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തുകയും സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാലുന്മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമായുള്ളോവേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നും ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിഹ തമ്പുരാനെ, കേടാത്ത അഗ്നിനരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകൂല സുബാലുന്മേ. ദാവീദാത്മജനായ ദൈവാത്മജന എത്തിയ നാളിൽ നൃപദാവീദിൻ നന്ദരവരെ നിന്നെയോടാട്ടി നിയമിത സുതരാണിവനെന്നെണ്ണി
നീ വെറുമന്യന്മാർ വിശ്വാസത്താൽ ദൈവിക സുഹൃതം പലരും നേടി. ആത്മജതൻ ഭൂതത്തെ നീക്കിയ മശിഹ ഉദോദ്രവമിവരിൽ നിന്നും നീക്കിടണമേ. അവളും നോണം ഞങ്ങളുമാശി സാർജിക്കണമേ. അതുപോൽ ഞങ്ങൾ ആശീർവാദം നൽകിയിടണമേ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെയും കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെയും പരിശുദ്ധവും മഹനീയവുമാവുന്ന വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിജയസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രവത്തപ്പെട്ടവരുമേ ഈ തൃത്വം നമ്മുടെ കടങ്ങളെ ക്ഷമിക്കും, തെറ്റുകളെ പോകും. വിശ്വാസികളായി നമ്മുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിപ്പാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോവുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. കർത്താവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.